നമസ്കാരം. ആസാദി മീഡിയയുടെ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട കൃഷിപാഠ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് റോസ് പൂക്കളുടെ റാണി ഒന്നാം ഭാഗവുമായാണ് ഇവിടെ വന്നിരിക്കുന്നത്. പൂക്കളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന റോസ് അഥവാ പനിനീർ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത പ്രദാനം ചെയ്യുന്നു. അഴകിൻ്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റോസയ്ക്ക് പുരാതന കാലം മുതൽക്കു തന്നെ ആരാധക വൃന്ദം ഉണ്ടായിരുന്നുവെന്നതിന് സാഹിത്യകൃതികളിലും ചരിത്രരേഖകളിലും ധാരാളം തെളിവുകളുണ്ട്. ഇന്ത്യയിൽ ഹിമാലയ സാനുക്കളിൽ റോസ് വന്യമായ അവസ്ഥയിൽ വളരെ കാലം മുൻപ് തന്നെ ഉണ്ടായിരുന്നതായി അനുമാനിക്കുന്നു. പിൽക്കാലത്ത് ഈ രാജ്യം അടക്കിവാണ പല ചക്രവർത്തിമാരും റോസ് ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിൽ അതീവ താൽപര്യരായിരുന്നു. മുഗൾ രാജാക്കന്മാരായിരുന്നു ഇതിൽ മുൻപന്തിയിൽ. റോസേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട റോസിൽ വ്യത്യസ്തങ്ങളായ 120 സ്പീഷീസുകൾ ഉണ്ട്. കേരളത്തിൽ ഹൈറേഞ്ചും വയനാടുമാണ് റോസ് വളർത്തുവാൻ ഏറ്റവും അനുയോജ്യം. മറ്റു സ്ഥലങ്ങളിലും റോസ് വളർത്തുമെങ്കിലും മലമുകളിലേത് പോലെ പൂക്കൾക്ക് നിറവും മണവും കിട്ടുകയില്ല. ഇന്ന് റോസ് വെറും ഒരു ഉദ്യാന ചെടിയല്ല, വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കാർഷിക വിള കൂടിയാണ്. ഇനങ്ങൾ സങ്കരണ നിർദ്ധരണ പ്രക്രിയകളുടെയും മ്യൂട്ടേഷൻ മുതലായ പ്രജനന രീതികളുടെയും ഫലമായി ചേതോഹരങ്ങളായ നിരവധി റോസിനങ്ങൾ ഇന്ന് ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. ചെടികളുടെ വളർച്ച, പുഷ്പിക്കൽ, നിറം, വലിപ്പം, ആകൃതി, ഗന്ധം എന്നിവയെ ആധാരമാക്കി റോസുകളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. തടങ്ങളിൽ വളർത്തുന്നതിന്, ചട്ടിയിൽ വളർത്തുന്നതിന്, വേലികൾക്ക്, സുഗന്ധ തൈല നിർമ്മാണത്തിന് എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കനുയോജ്യമായ റോസിനങ്ങൾ ഈ വിഭാഗങ്ങളിലുണ്ട്. ഹൈബ്രിഡ് ടീ, ഫ്ലോറിബെൻഡ, പോളിയാന്ത, മിനിയേച്ചർ, ക്ലൈംബിംഗ് എന്നിങ്ങനെ റോസുകളെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. റോസ് സാമ്രാജ്യത്തിലെ രാജകുമാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹൈബ്രിഡ് ടീ വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളെയാണ്. ഓരോ ശാഖയിലും ഓരോ വലുപ്പമാർന്ന പൂവ് ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഇവ. പൂക്കൾ ദീർഘകാലം കേടുകൂടാതിരിക്കുകയും ഇതിൽ വെള്ള നിറത്തിലുള്ളവ ഡോക്ടർ ഹോമി ബാബ, മൃദുല, ജവഹർ, ജോൺ എഫ് കെന്നഡി എന്നിവയും മഞ്ഞ നിറത്തിലുള്ളവ കനകാംഗി, സോണിയ, പൂർണിമ, ഗംഗ എന്നിവയും ചുവപ്പ് നിറത്തിലുള്ളവ ലാലിമ, രക്തകാന്ത, മിസ്റ്റർ ലിങ്കൻ, ഹാപ്പിനെസ്, ഒക്ലാഹോമ എന്നിവയുമാണ്. പിങ്ക് നിറത്തിലുള്ളവ ഡോക്ടർ ബി പാൽ, മൃണാളിനി, സുരഭി, മധുമതി എന്നിവയും ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിലുള്ളവ രഞ്ജന, അരുണ, ഹവായ്, സൂപ്പർ സ്റ്റാർ എന്നിവയുമാണ്. ഫ്ലോറിബെൻഡ വിഭാഗത്തിൽപ്പെട്ടവക്ക് ചെറിയ പൂക്കളാണ്. ഒരു ശാഖയിൽ ഒന്നിലധികം പൂക്കൾ ഉൽപ്പാദിപ്പിക്കും. ഇതിൽ ചന്ദ്രമ, ഐസ്ബർഗ്, ഹിമാങ്കിനി എന്നിവ വെളുത്ത പൂക്കൾ നൽകുന്നവയും സൂര്യകിരൺ, സിന്ദൂർ, ഉഷ എന്നിവ ഓറഞ്ച് കലർന്ന ചുവപ്പ് പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവയുമാണ്. പോളിയാന്ത വിഭാഗത്തിൽപ്പെട്ടവയിൽ ചെറിയ പൂക്കളാണ് വിരിയുന്നത്. പൂക്കൾ കുലകളായി ശാഖയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിൻ്റെ പ്രത്യേകതയാണ് ഈ വിഭാഗത്തിലെ സ്വാതി, ഐഡിയൽ, ചാറ്റിലാൻ റോസ് എന്നിവയിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുക. മിനിയേച്ചർ വിഭാഗത്തിൽപ്പെട്ട റോസ് ഇനങ്ങളിൽ ഇലകളും പൂക്കളും വളരെ ചെറുതാണ്. ഈ വിഭാഗത്തിലെ ക്രൈക്കൈ, ലിറ്റിൽ ഫ്ലേട്ട് എന്നിവയിൽ ചുവന്ന പൂക്കൾ നൽകുന്നവയാണ്. ക്ലൈംബിംഗ് റോസ് വിഭാഗത്തിൽപ്പെട്ടവ നീളമാർന്ന ശാഖകൾ ഉള്ളവയാണ്. ഇവയ്ക്ക് വള്ളിച്ചെടികൾ പോലെ പടർന്നു കയറുന്ന സ്വഭാവമാണ്. ഈ വിഭാഗത്തിലെ ഗോൾഡൻ ഷവർ മഞ്ഞ നിറത്തിലുള്ളതും പ്രോസ്പെരിറ്റി, വർഗോ, സമ്മർ സ്നോ എന്നിവ വെള്ള നിറത്തിലുമുള്ള പൂക്കൾ നൽകുന്നവയാണ്. ഇതിനു പുറമെ വിദേശ വിപണികളിൽ പ്രിയമുള്ള കയറ്റുമതി ആവശ്യത്തിനായി നിർദ്ദേശിക്കപ്പെട്ട ഇനങ്ങളാണ് ഗോൾഡൻ ടൈംസ്, മെർസിഡസ്, ബെലിൻഡ, റെഡ് സക്സസ്, സോണിയ, മിലാൻഡ് എന്നിവ. നടീലും പരിചരണവും. റോസ് നിലത്തും ചട്ടികളിലും വളർത്താം.
സൂര്യപ്രകാശം നന്നായി കിട്ടുന്ന സ്ഥലങ്ങളിലാണ് റോസ് നന്നായി വളരുക. വെള്ളം കെട്ടിനിൽക്കാത്ത ജൈവാംശം കലർന്ന മണ്ണിനോടാണ് ഏറെ പ്രിയം. ചെടി നടുമ്പോൾ അകലം ശരിയായിരിക്കണം. ഓരോ ഇനം റോസിനും വ്യത്യസ്തമായ അകലമാണ്. ഹൈബ്രിഡ് ടീ ചെടികൾ തമ്മിൽ 2 അടിയും ഫ്ലോറിബെൻഡ ചെടികൾ തമ്മിൽ 2.5 അടിയും അകലം ഉണ്ടായിരിക്കണം. മിനിയേച്ചറുകൾ തൈകൾ തമ്മിലുള്ള ഇടയകലം 1 അടി മതിയാകും. 1.5 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ എടുക്കണം. മേൽമണ്ണും 1-2 കിലോഗ്രാം ചാണകപ്പൊടിയും 1 കൈപ്പിടി എല്ലുപൊടിയും കൂട്ടി യോജിപ്പിച്ച മണ്ണു മിശ്രിതം ഓരോ കുഴിയിലുമിട്ട് മൂടണം. മിനിയേച്ചർ ഇനങ്ങൾക്ക് പ്രത്യേക കുഴികൾ ആവശ്യമില്ല. പകരം 2 അടി വീതിയിലും താഴ്ചയിലുമുള്ള ചാലുകൾ മതിയാകും. പോളിത്തീൻ ബാഗിലോ ചെറുചട്ടികളിലോ നട്ടുവളർത്തിയ തൈകളാണ് വാങ്ങാൻ കിട്ടുക. വേരിളകാതെ മണ്ണോട് കൂടി തൈകൾ എടുത്ത് മൺമിശ്രിതമിട്ട് മൂടിയ കുഴികളിൽ വിരൽ കൊണ്ട് കുഴിയുണ്ടാക്കി നട്ട് ചുറ്റുമുള്ള മണ്ണ് നന്നായി അമർത്തി ഉറപ്പിക്കണം. ബഡ് ചെയ്ത തൈകളാണ് നടുന്നതെങ്കിൽ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. തൈകൾ നട്ട ഉടനെ നനയ്ക്കണം. ഇതൊക്കെ വൻതോതിൽ റോസ് നടുമ്പോൾ അറിയേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. വീട്ടുമുറ്റത്താകുമ്പോൾ അധികവും ചട്ടിയിലാണ് റോസ് വളർത്തുക, പ്രത്യേകിച്ചും സ്ഥലപരിമിതിയുള്ള നഗരപ്രദേശങ്ങളിൽ. ചട്ടിയിലാകുമ്പോൾ ഓരോ ചെടിയും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിയും. 35 സെൻറ്റിമീറ്റർ ഉയരവും 30 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള പൂച്ചട്ടികളാണ് നല്ലത്. നീർവാർച്ചയ്ക്കായി ചട്ടിയുടെ അടിവശത്ത് ദ്വാരങ്ങൾ ഉണ്ടായിരിക്കണം. 3 ഭാഗം വളക്കൂറുള്ള മേൽമണ്ണും 2 ഭാഗം അഴുകിപ്പൊടിഞ്ഞ ചാണകവും 1 ഭാഗം മണൽ അല്ലെങ്കിൽ ചകിരിപ്പൊടിയും 1 കൈപ്പിടി എല്ലുപൊടിയും കൂട്ടി യോജിപ്പിച്ച മിശ്രിതമാണ് ചട്ടിയിൽ നിറക്കേണ്ടത്. മിശ്രിതം നിറക്കുന്നതിന് മുമ്പ് ചട്ടിയിൽ ഓട്ടിൻ കഷ്ണങ്ങൾ, ചകിരിനാരി, ചരൽ എന്നിവ നിരത്തണം. വെള്ളം വാർന്നു പോകുന്നതിനുള്ള സൗകര്യത്തിനനുസരിച്ചായിരിക്കണം ഇത്. ചട്ടിയുടെ പകുതി ഭാഗം വരെ പോട്ടിംഗ് മിശ്രിതം നിറച്ചാൽ മതി. തുടർന്ന് വളപ്രയോഗം നടത്താൻ ഇത് സഹായകമാകും. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത പ്രദാനം ചെയ്യുന്ന പൂക്കളുടെ റാണിയായ റോസിൻ്റെ വിശേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ഭാഗവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.